എന്താണ് എതർനെറ്റ് സ്പ്ലിറ്റർ? നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ എന്താണ് കപ്ലർ എന്ന് പഠിച്ചു. എതർനെറ്റ് കപ്ലർ അല്ലെങ്കിൽ എതർനെറ്റ് ജോയിൻ്റർ എന്ന്. അപ്പോൾ ഇത് കാണുന്നതാണ് എതർനെറ്റ് സ്പ്ലിറ്റർ. അപ്പോൾ ഈ സ്പ്ലിറ്ററിനൊരു പ്രത്യേകത ഉണ്ട്. പലരും തെറ്റിദ്ധരിക്കുന്ന ഒന്നാണ് ഈ എതർനെറ്റ് സ്പ്ലിറ്റർ എന്ന് പറയുന്നത്. ഇതൊരു സ്വിച്ചിൻ്റെ പോലെയല്ല ഇത് വർക്ക് ചെയ്യുന്നത്. എതർനെറ്റ് സ്പ്ലിറ്റർ നിങ്ങൾക്ക് പല അവസരങ്ങളിലും ഈ ഒരു എതർനെറ്റ് സ്പ്ലിറ്റർ ആവശ്യമായിട്ട് വരും, പല അവസരങ്ങൾക്ക് ഉപകാരപ്പെടും. പക്ഷേ ഇതിൻ്റെ യൂസ് മനസ്സിലാക്കുക. പലവരും ഇത് മേടിച്ചിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്ന് നേരെ ഡീലർക്ക് അത് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ മേടിച്ച് കടയിലോട്ട് തിരിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു എതർനെറ്റ് ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ ആണെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഒരു സ്പ്ലിറ്ററിൻ്റെ ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ സ്പ്ലിറ്ററിൻ്റെ ആവശ്യം എവിടെയാണ് വരുന്നതെന്ന് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. കാരണം നമ്മുടെ ജോയിൻ്റർ അല്ലെങ്കിൽ കപ്ലർ പോലെ അത്ര എളുപ്പമല്ല ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കുക. നോർമലി ഇതും നമ്മുടെ നമ്മുടെ കാറ്റ് 6 എതർനെറ്റ് കേബിൾ തന്നെ ആണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അതിനും നമുക്ക് ആ ഒരു കണക്ടിവിറ്റി പാസ് ചെയ്യാനായിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ ആൾക്കാർക്ക് ഇവിടെ തെറ്റിദ്ധരിക്കുന്ന എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്പ്ലിറ്റർ എന്ന് പറയുമ്പോൾ അതായത് 1:2 സ്പ്ലിറ്ററാണിത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ കൂടി, അതായത് ഒരു ഇൻ വന്നിട്ട് നോക്കുക, അതായത് നമുക്ക് ഇവിടെ നിന്നൊരു കാറ്റ് 6, അതായത് ഇങ്ങനത്തെ ഒരു കേബിളിൻ്റെ ഒരു കാക്സിസ് എൻ്റെ ഒരു എൻഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കാറ്റ് 6 കേബിളിൻ്റെ എൻഡാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ ഒരു എൻഡിൽ, ഒരു കമ്പ്യൂട്ടറിൻ്റെ അടുത്താണ് ഈ ഒരു കാറ്റ് 6 കേബിൾ ഇപ്പോൾ സ്വിച്ച് ചെയ്യുന്നൊക്കെയാണ് വന്നിരിക്കണമെങ്കിൽ അവിടെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു കാറ്റ് 6 കേബിൾ വന്ന് കിടക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് 2 കമ്പ്യൂട്ടർ കൊടുക്കാനായിട്ട്, അതായത് ഇപ്പോൾ അവിടെ നിന്ന് 2 കമ്പ്യൂട്ടറിലോട്ട് ഇവിടെ 2 കേബിൾ, അതായത് ഈ രണ്ട് പോർട്ടിൽ നിന്ന്, അതായത് ഈ 2 എതർനെറ്റ് പോർട്ടിൽ നിന്ന് നമുക്ക് ഈ ഒരെണ്ണത്തിൽ നിന്ന് ഇൻ കൊടുത്തിട്ട് ഈ 2 എണ്ണത്തിൽ ഔട്ട് എടുക്കാം, ഈ 2 കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യിപ്പിക്കാം എന്നാണ് നമ്മൾ നോർമലി വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ കൂടുതലും വിചാരിക്കുന്നത് സ്പ്ലിറ്റർ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെന്നാണ്. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം ഇങ്ങനെയല്ല, അതായത് ഇതുപോലെയല്ല. അതായത് ഈ ഒരെണ്ണത്തിൽ കൊടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ 2 കമ്പ്യൂട്ടറിലോട്ട് ഔട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കമ്പ്യൂട്ടറിലും സൈമിൾട്ടേനിയസ്ലി വർക്ക് ചെയ്യില്ല. ഏതെങ്കിലും ഒന്നിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, 2 എണ്ണത്തിലും വർക്ക് ചെയ്യില്ല. കാരണം അതിന് നമുക്ക് ഇതുപോലത്തെ നെറ്റ്വർക്ക് സ്വിച്ചുകൾ തന്നെ വേണം. ഇതുപോലത്തെ ഒരു POI സ്വിച്ചാണ്, ഇതുപോലത്തെ നെറ്റ്വർക്ക് സ്വിച്ചുകൾ തന്നെ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ 2 കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ എന്തിനാണ് ഈ സ്പ്ലിറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു കേബിൾ, അതായത് ഫോർ എക്സാമ്പിൾ ഈ രണ്ട് കമ്പ്യൂട്ടർ ഇരിക്കുന്നത് കുറച്ച് റൂമുകളുടെ അപ്പുറയാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്തു നിന്നും ഒരു കേബിൾ ഒരു കുറച്ച് ദൂരം അപ്പുറയാണ്. അവിടെ ഈ ഒരു കേബിളേ വന്നിട്ടുള്ളൂ. എന്നാൽ നമുക്ക് 2 സിസ്റ്റം വർക്ക് ചെയ്യണം. അവിടെ സ്വിച്ച് വെക്കാതെ തന്നെ നമുക്ക് ആ ഒറ്റ കേബിളിൽ തന്നെ എടുക്കണം എന്ന് വിചാരിക്കുക. സ്വിച്ച് വെക്കാതെ നമുക്ക് കപ്ലർ ഉപയോഗിച്ച് അങ്ങനെ എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, പെയർ, എപ്പോഴും എതർനെറ്റ് സ്പ്ലിറ്റർ ഇങ്ങനെ പെയറായിട്ട് വേണം ഉപയോഗിക്കാൻ. അതായത് കണ്ടില്ലേ, ഇത് രണ്ടാമത്തത്. ഈ പെയർ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് 2 കേബിൾ വരും. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് 2 കേബിൾ വരും. അപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു നെറ്റ്വർക്ക് സ്വിച്ചാണ്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് സ്വിച്ചിൽ നിന്ന് 2 കേബിളുകൾ ഇറങ്ങുക. ഓക്കെ, 2 കേബിളുകൾ ഇറങ്ങിയിട്ട് ഈ ഒരു എതർനെറ്റ് സ്പ്ലിറ്ററിൻ്റെ ആദ്യത്തെ സ്പ്ലിറ്ററിൽ ഈ 2 കേബിളുകൾ ഇവിടെ വന്ന് കയറുക. ഓക്കെ, അതിനുശേഷം ഒരു കേബിൾ മാത്രം മതി. അതായത് ഇവിടെ നമുക്ക് കേബിൾ ലാഭിക്കാവുന്ന ഒരു കാര്യം ഇവിടെ നടക്കും. അതായത് ഇപ്പോൾ ഈ ക്യാമറയൊക്കെ കൊടുക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ കേബിൾ ഇത്ര ഡിസ്റ്റൻസിലുണ്ടെങ്കിൽ അവിടെ 2 കേബിൾ വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അവിടെ ഒരു സ്വിച്ച്, ഈ രണ്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് അവിടെ പിന്നെ ഒരു നെറ്റ്വർക്ക് സ്വിച്ച് മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കേബിളും വലിക്കേണ്ട, അങ്ങനത്തെ 2 കേബിളും വലിക്കേണ്ട, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് സ്വിച്ചും വെക്കാതെ തന്നെ ഒറ്റ കേബിളിൽ കാര്യം നടക്കും. പക്ഷേ ഇതിങ്ങനെ വേണം കൊടുക്കാൻ. അതായത് നെറ്റ്വർക്ക് സ്വിച്ചിൽ നിന്ന് 2 കേബിൾ നേരെ, അതായത് നമ്മളുള്ള നെറ്റ്വർക്ക് സ്വിച്ചിൽ നിന്ന് 2 കേബിൾ ഈ ഒരു സ്പ്ലിറ്ററിൻ്റെ രണ്ട് പോർട്ടിലായിട്ട് വരിക. അതിനുശേഷം അവിടെ നിന്ന് ഒരു കേബിൾ മാത്രം അടുത്ത സ്പ്ലിറ്ററിലോട്ട് പോവുക. എന്നിട്ട് അവിടെ നിന്ന് ആ സ്പ്ലിറ്ററിൽ നിന്ന് രണ്ട് കമ്പ്യൂട്ടറിലോട്ട് 2 കേബിൾ കൊടുക്കുക. അപ്പോൾ ഇത് 2 എണ്ണം വർക്കിംഗ് ആവും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അല്ലാണ്ട് നമ്മളൊരു സ്പ്ലിറ്റർ എന്ന് പറഞ്ഞിട്ട് ഒന്നിലോട്ട് കയറി 2 കമ്പ്യൂട്ടറിലോട്ട് വർക്ക് ചെയ്യുക, അങ്ങനെയല്ല ഇതിൻ്റെ പ്രവർത്തനം വരുന്നത്. ഈ ഒരു ഗ്രാഫ്, ഈ ഒരു വരച്ചേക്കുന്നത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം. ഈ ഒരു ഡയഗ്രാം ഓർത്തിരിക്കുക. അതായത് ഇത് നെറ്റ്വർക്ക് സ്വിച്ചാണെന്ന് വിചാരിക്കുക. നെറ്റ്വർക്ക് സ്വിച്ചാണിത്, നെറ്റ്വർക്ക് സ്വിച്ച്. അപ്പോൾ സ്വിച്ചിൽ നിന്ന് 2 കേബിൾ ഇതിലോട്ട് വരണം, അതായത് ഈ ഒരു എതർനെറ്റ് സ്പ്ലിറ്ററിൽ വരണം. അവിടെ നിന്ന് ഒരു കേബിൾ മാത്രം ഈ ഒരു സ്പ്ലിറ്ററിലോട്ട് വന്നാൽ മതി. എന്നിട്ട് അവിടെ നിന്ന് 2 കമ്പ്യൂട്ടറിന് കൊടുക്കാം. ഇത് എവിടെയാണ് ഉപയോഗം വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദൂരത്താണ് ഈ 2 കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നത്. അവിടെ ഓൾറെഡി ഒരു കേബിൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി ഒരു കേബിൾ കൂടി വലിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്വിച്ച്, ആ ഒരു ഒറ്റ സിസ്റ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്വിച്ച് അതിന് വേണ്ടി വെക്കാമെന്ന് പറഞ്ഞാൽ അത് എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ കേബിൾ വലിക്കാമെന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. ഇതാവുമ്പോൾ നിസാര പൈസ ഉണ്ടാവുള്ളൂ ഈ സ്പ്ലിറ്റർ 2 എണ്ണം മേടിക്കുന്നതിന്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ 2 കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കാം. അധികം കമ്പ്യൂട്ടറിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേബിളിൽ വെറും 2 കമ്പ്യൂട്ടർ എന്നല്ല, ഇതൊരു ക്യാമറ ആയാലും, ക്യാമറ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, CCTV ഒക്കെ വർക്ക് ചെയ്യുന്നവർക്കും അവർക്കാണെങ്കിലും ഈ ഒരു കണക്ടിവിറ്റി പോകാനായിട്ടായി എതർനെറ്റ് കണക്ടിവിറ്റി, പിന്നെ NVR ഒക്കെ ആണെങ്കിൽ അതൊക്കെ എതർനെറ്റ് കണക്ടിവിറ്റി പോകാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ ഈ ഒരു, പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആ ഒരു എതർനെറ്റ് സ്പ്ലിറ്ററിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എതർനെറ്റ് ജോയിൻ്ററിൻ്റെ കാര്യം, അതായത് എതർനെറ്റ് കപ്ലറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതും ഈ ഒരു ബ്ലാക്ക് കളർ തന്നെ മേടിക്കുക. ഇതാണ് ജിഗാബിറ്റ് കപ്ലർ, ഇതാണ് ജിഗാബിറ്റ് സ്പ്ലിറ്റർ.
അപ്പോൾ കപ്ലർ പോലെ തന്നെ ജിഗാബിറ്റ് സ്പ്ലിറ്റർ ഇതാണ്. അപ്പോൾ ഈ ജിഗാബിറ്റ് തന്നെ മേടിക്കുക. എപ്പോഴും നമ്മൾ ഇത്ര സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഇത്തിരി ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മേടിക്കുക, ക്വാളിറ്റിയുള്ള സ്പ്ലിറ്റേഴ്സ് മേടിക്കുക, ക്വാളിറ്റിയുള്ള കപ്ലേഴ്സ് മേടിക്കുക. കാരണം വെച്ചാൽ അതാകുമ്പം പെട്ടെന്ന് കേടാവില്ല, നമുക്ക് ഒരുപാട് നല്ല സ്പീഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു ജിഗാബിറ്റിന് സാധിക്കും. പിന്നെ ഈ ഒരു ജിഗാബിറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കും ഈ 2 കമ്പ്യൂട്ടറിൽ ജിഗാബിറ്റ് കിട്ടുമോ, ഒറ്റ വയറല്ലേ പോകുന്നത് എന്നുള്ള. ജിഗാബിറ്റ് സ്പീഡ് എന്തായാലും ഈ 2 കമ്പ്യൂട്ടറിൽ കിട്ടില്ല, പക്ഷേ അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ ഈ ഒരു കപ്ലർ മേടിക്കുകയാണെങ്കിൽ നമുക്കവിടെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതാണ് എതർനെറ്റ് സ്പ്ലിറ്റർ എന്ന് പറഞ്ഞാൽ, മറക്കാതിരിക്കുക. ഇതിൻ്റെ പ്രവർത്തനം ഇങ്ങനെ പെയറായിട്ടാണ്. ഒരിക്കലും നിങ്ങളൊരു ഒറ്റ സ്പ്ലിറ്റർ വെച്ചിട്ട് ഈ 2 കമ്പ്യൂട്ടറിലോട്ട് കണക്ഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കരുത്. ഓക്കെ.